നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. പതിറ്റാണ്ടുകളായി അമേരിക്കയ്ക്കും ഇസ്രയേലിനും വെല്ലുവിളിയായി നിന്ന ഇറാൻ ഇപ്പോൾ സമാധാനത്തിലേക്ക് നീങ്ങുകയാണെന്ന റിപ്പോർട്ടുകൾ ലോകമാധ്യമങ്ങളിൽ ചർച്ചയാകുന്നു. പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ കാലഘട്ടം അവസാനിക്കുകയോ അതിനുശേഷമുള്ള രാഷ്ട്രീയ മാറ്റങ്ങൾ ഇറാനെ പുതിയ വഴിയിലേക്ക് നയിക്കുകയോ ചെയ്യുമോ? അമേരിക്കയുമായി സമാധാന കരാർ, ആണവ പദ്ധതിക്ക് വിരാമം, സമ്പുഷ്ട യുറേനിയത്തിന്റെ നശീകരണം ഇവയെല്ലാം സത്യമാകുകയാണെങ്കിൽ മിഡിൽ ഈസ്റ്റിന്റെ ഭൂപടം തന്നെ മാറിയേക്കാം. ലോകം ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുന്നത് ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചാണ്. ഔദ്യോഗികമായി ഇറാൻ പറയുന്നത് ഞങ്ങളുടെ ആണവ പദ്ധതി വൈദ്യുതി ഉൽപാദനത്തിനും സമാധാനപരമായ ആവശ്യങ്ങൾക്കുമാണ് എന്നാണ്. എന്നാൽ അമേരിക്കയും ഇസ്രയേലും ആരോപിക്കുന്നത് ഇറാൻ ആണവായുധ ശേഷി നേടാനുള്ള ശ്രമത്തിലാണ്. ഇതിനാലാണ് വർഷങ്ങളായി ഉപരോധങ്ങളും രഹസ്യ ഓപ്പറേഷനുകളും സൈബർ ആക്രമണങ്ങളും നടന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ തർക്കങ്ങളിൽ ഒന്നായി ഇത് മാറിക്കഴിഞ്ഞു. പശ്ചിമേഷ്യയിൽ മാസങ്ങളായി തുടരുന്ന സംഘർഷം അവസാനിപ്പിക്കാൻ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന കരാർ ഇന്ന് ഞായറാഴ്ച ഒപ്പുവെക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കരാർ യാഥാർത്ഥ്യമാകുന്നതിന് പിന്നാലെ തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്ക് എല്ലാവർക്കുമായി തുറന്നു നൽകുമെന്നും ട്രംപ് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ കരാർ ഒപ്പിടുന്ന സമയത്തെക്കുറിച്ച് ഇതുവരെ അന്തിമ ധാരണയായിട്ടില്ല എന്നാണ് ഇറാൻ പ്രതികരിച്ചിരിക്കുന്നത്. ഇതോടെ സമാധാന ശ്രമങ്ങളുടെ ഭാവിയിൽ കുറച്ച് അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. കരാർ ഒപ്പുവെച്ചാൽ ഉടൻ ഹോർമൂസ് എല്ലാവർക്കുമായി തുറക്കുമെന്നും അത് നടന്നില്ലെങ്കിൽ മറ്റു വഴികൾ മുന്നിലുണ്ടെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. ഇറാന്റെ ആണവ അവശിഷ്ടം നശിപ്പിക്കുമെന്നും ട്രംപ് പറഞ്ഞിട്ടുണ്ട്. ഇറാൻ ഗ്രാനൈറ്റ് പർവ്വതങ്ങൾക്കിടയിൽ ആഴത്തിൽ കുഴിച്ചിട്ടിരിക്കുന്ന ന്യൂക്ലിയർ ഡസ്റ്റ് പുറത്തെടുക്കുമെന്നും ഇറാനിലോ അമേരിക്കയിലോ വെച്ച് ഇത് ഇടിച്ചു നിരത്തി നശിപ്പിക്കുമെന്നും ട്രംപ് പറഞ്ഞു. അതേസമയം യുണൈറ്റഡ് സ്റ്റേറ്റ്സും ഇറാനും ചർച്ചകളുടെ അവസാന ഘട്ടത്തിലാണെന്നും കരാറിനായുള്ള ഒരു ഇലക്ട്രോണിക് ഒപ്പിടൽ ചടങ്ങ് നിശ്ചയിച്ചിട്ടുണ്ടെന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇറാനും അമേരിക്കയും 24 മണിക്കൂറിനുള്ളിൽ അന്തിമ കരാറിൽ ഒപ്പുവെക്കുമെന്ന് പാകിസ്ഥാൻ മധ്യസ്ഥൻ പ്രഖ്യാപിച്ചതിന് മണിക്കൂറുകൾക്കുള്ളിലായിരുന്നു ഇറാന്റെ പ്രതികരണമുണ്ടായത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന കരാർ അടുത്ത 24 മണിക്കൂറിനുള്ളിൽ അന്തിമമാകുമെന്നും ഇലക്ട്രോണിക് ഒപ്പിടലിനായി പാകിസ്ഥാൻ മധ്യസ്ഥത വഹിക്കാൻ തയ്യാറെടുക്കുകയാണെന്നും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് എക്സിലൂടെ അറിയിച്ചിരുന്നു. ചർച്ചകൾക്കിടെ ഇരു രാജ്യങ്ങളും തമ്മിൽ തുടർന്നു പോകുന്ന പ്രതിബദ്ധതയ്ക്കും US-നോടും ഇറാനോടും നന്ദിയുണ്ടെന്നും ചരിത്രപരമായ ഈ സമാധാന കരാർ ശാശ്വത സമാധാനത്തിനുള്ള ശക്തമായ അടിത്തറ സൃഷ്ടിക്കുമെന്ന് ഉറപ്പുണ്ടെന്നും ഷെഹബാസ് ഷെരീഫ് പറഞ്ഞിരുന്നു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന ചർച്ചകൾക്കായി 14 ഇന നിർദ്ദേശങ്ങൾ ഇറാനിയൻ മാധ്യമം പുറത്തുവിട്ടിരുന്നു. വെടിനിർത്തൽ, ഉപരോധം നീക്കൽ, സേനാ പിന്മാറ്റം, ആണവ നിർവ്യാപന കരാറിലേക്ക് ഇറാൻ മടങ്ങിയെത്തുന്നത് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കടുത്ത സൈനിക സാമ്പത്തിക തർക്കങ്ങൾക്ക് പരിഹാരം കാണാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് ഈ നിർദ്ദേശങ്ങൾ. ലെബനൻ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഉടനടി വെടിനിർത്തൽ നടപ്പാക്കും. ഇറാന്റെ ആഭ്യന്തര വിഷയങ്ങളിൽ അമേരിക്ക ഇടപെടില്ല. ഇറാന്റെ അതിർത്തി പരിധികളിൽ നിന്ന് അമേരിക്കൻ സേനയെ പിൻവലിക്കണം എന്നിവയാണ് ധാരണാ പട്ടികയിലെ പ്രധാന കാര്യങ്ങളെന്ന് മെഹർ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇറാനെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കിയ നാവിക ഉപരോധവും എണ്ണ ഉപരോധവും 30 ദിവസത്തിനുള്ളിൽ അമേരിക്ക നീക്കം ചെയ്യുമെന്നും ഇതിൽ വ്യക്തമാക്കുന്നു. പകരമായി തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്ക് 30 ദിവസത്തിനകം തുറന്നുകൊടുക്കാൻ ഇറാനും സമ്മതിച്ചിട്ടുണ്ടെന്നും മാധ്യമ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇറാന്റെ പുനർനിർമ്മാണത്തിനായി അമേരിക്കയും സഖ്യകക്ഷികളും $30,000 കോടി നൽകണമെന്നും ഇതോടൊപ്പം മരവിപ്പിച്ചു നിർത്തിയിരിക്കുന്ന ഇറാന്റെ $2,400 കോടി ഫണ്ട് ഉടൻ വിട്ടു നൽകുമെന്നും പട്ടികയിലുണ്ട്. ഈ ഫണ്ടിന്റെ പകുതിയെങ്കിലും നൽകിയാൽ മാത്രമേ തുടർ ചർച്ചകൾ ഉണ്ടാകൂ എന്നാണ് നിലപാട്. ആഗോളതലത്തിൽ ആശങ്കയുണർത്തുന്ന ആണവ വിഷയത്തിൽ അന്തിമ കരാറിലെത്താൻ 60 ദിവസത്തെ ചർച്ചകൾ നടത്തുമെന്നും ഇറാൻ ആണവായുധം നിർമ്മിക്കില്ലെന്നും ആണവ നിർവ്യാപന കരാറിലേക്ക് വീണ്ടും മടങ്ങിയെത്തുമെന്നുമായിരുന്നു നിർദ്ദേശങ്ങൾ. എന്നാൽ കരാർ ഇന്ന് ഒപ്പിടാൻ സാധ്യതയില്ലെന്നും അടുത്ത ദിവസം അത് ഉണ്ടായേക്കുമെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗായി വ്യക്തമാക്കിയിട്ടുണ്ട്. യുദ്ധ അറുതിയും ഹോർമൂസ് തുറക്കലും നാവിക ഉപരോധം പിൻവലിക്കലുമാണ് ഇടക്കാല ധാരണാപത്രത്തിലെ പ്രധാന വ്യവസ്ഥകളെന്നാണ് റിപ്പോർട്ട്. ഏറ്റവും ശക്തമായ ധാരണാപത്രമാണ് ഇറാനുമായി രൂപപ്പെടുത്തിയതെന്ന് അമേരിക്ക അറിയിച്ചു. ഇസ്രയേൽ സുരക്ഷാ മന്ത്രിസഭ ഇന്ന് യോഗം ചേർന്ന് ലെബനൻ കരയുദ്ധം നിർത്തിവെക്കുമെന്ന് റിപ്പോർട്ടുണ്ട്. അതേസമയം കൊല്ലപ്പെട്ട പരമോന്നത ആത്മീയ നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ വിലാപയാത്രയും സംസ്കാരവും ജൂലൈ 4 മുതൽ 9 വരെ നടക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ സമാധാന ഉടമ്പടി ഒപ്പിടാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ലെങ്കിലും അത് ഞായറാഴ്ച സംഭവിക്കില്ല എന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞത്. പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ
സമാധാന ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും 24 മണിക്കൂറിനുള്ളിൽ ഇരു രാജ്യങ്ങളും പ്രാഥമിക കരാറിൽ ഒപ്പിട്ടേക്കും എന്നും ഷഹബാസ് ഷെരീഫ് പറഞ്ഞിരുന്നു ശനിയാഴ്ച. ഇതിന് പിന്നാലെ ഇറാൻ പ്രതികരണമുണ്ടായത് ഞായറാഴ്ച ഉണ്ടാകില്ല എന്നാണ്. പക്ഷേ ഖമനേയിയുടെ സംസ്കാരത്തിന് മുൻപ് യുദ്ധം അവസാനിപ്പിക്കണം എന്നത് ഇറാന്റെ കൂടി ആവശ്യമാണ്. സംസ്കാരത്തിന് അമേരിക്കയോ ഇസ്രയേലോ ഇടംകോലിടുമോ എന്ന ആശങ്ക ഇറാനുണ്ട്. അതിനാൽ ജൂലൈ 4-ന് മുൻപ് യുദ്ധം അവസാനിച്ചേക്കും എന്ന് തന്നെയാണ് പൊതുവെയുള്ള വിലയിരുത്തലുകൾ. ചർച്ചകളുടെ ഫലമായി രൂപം കൊണ്ട കരാർ പ്രകാരം ആഗോള എണ്ണ വ്യാപാരത്തിന് നിർണായകമായ ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കുകയും അമേരിക്ക ഏർപ്പെടുത്തിയിരുന്ന നാവിക ഉപരോധം പിൻവലിക്കുകയും ചെയ്യും. ഇതിന് പകരമായാണ് ഇറാന്റെ മരവിപ്പിച്ച ആസ്തികളുടെ ഒരു ഭാഗം വിട്ടു നൽകുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇറാനുമേൽ നടത്താനിരുന്ന കടുത്ത സൈനിക ആക്രമണ ഉത്തരവ് US പ്രസിഡന്റ് ട്രംപ് പൂർണ്ണമായും പിൻവലിച്ചതോടെ പശ്ചിമേഷ്യയിൽ സമാധാനത്തിന്റെ പുതിയൊരു യുഗം പിറന്നിരിക്കുകയാണ്. മാസങ്ങൾ നീണ്ട ആശങ്കകൾക്കൊടുവിൽ ഇരു രാജ്യങ്ങളും യുദ്ധത്തിന്റെ പാത വെടിഞ്ഞ് ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരത്തിന് തയ്യാറായത് ആഗോളതലത്തിൽ വലിയ രീതിയിലാണ് സ്വാഗതം ചെയ്യപ്പെടുന്നത്. എന്നാൽ ഇറാന്റെ ആണവ പദ്ധതിയെ സംബന്ധിച്ച വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഇപ്പോഴും അഭിപ്രായ വ്യത്യാസമുണ്ട്. ഉയർന്ന അളവിൽ ശേഖരിച്ചിട്ടുള്ള യുറേനിയം ശേഖരം പൂർണ്ണമായും ഇല്ലാതാക്കണം എന്നാണ് US-ന്റെ ആവശ്യം. എന്നാൽ നിയന്ത്രിത അളവിൽ നിലനിർത്താൻ അനുവദിക്കണമെന്നാണ് ഇറാന്റെ നിലപാട് ഇപ്പോഴും. കരാർ പ്രാബല്യത്തിൽ വന്നാൽ അടുത്ത 60 ദിവസത്തിനുള്ളിൽ ആണവ വിഷയത്തിൽ പ്രത്യേക ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. ഇതേസമയം കരാർ യാഥാർത്ഥ്യമാകണമെങ്കിൽ ലെബനനിലും സമാധാനം പുലരണമെന്ന ഇറാന്റെ ആവശ്യം ഇസ്രയേൽ അംഗീകരിക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. മേഖലയിൽ ഇസ്രയേൽ ആക്രമണം തുടരുകയാണ് ഇപ്പോഴും. തെക്കൻ ലെബനനിലെ ഹിസ്ബുള്ള ലക്ഷ്യങ്ങൾക്കെതിരെ ഇസ്രയേൽ വ്യോമാക്രമണം ശക്തമാക്കിയിട്ടുണ്ട്. നിരവധി കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ആക്രമണം നടത്തിയതായാണ് റിപ്പോർട്ടുകൾ. ആ രാജ്യത്തിനു നേരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കാതെ മേഖലയിൽ സമഗ്ര സമാധാനം സാധ്യമല്ലെന്നാണ് ഇറാന്റെ വാദം. എന്നാൽ ഹിസ്ബുള്ളയെ നശിപ്പിക്കാതെ മുന്നോട്ട് പോകാനാവില്ല എന്ന ഉറപ്പിലാണ് ഇസ്രയേൽ. ലെബനനിലെ സൈനിക നടപടികളിൽ മാറ്റമില്ല എന്ന നിലപാടിലാണ് ഇസ്രയേൽ ഇപ്പോൾ നിൽക്കുന്നത്. ഫെബ്രുവരിയിൽ അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി നടത്തിയ ആക്രമണങ്ങൾക്ക് പിന്നാലെയാണ് പശ്ചിമേഷ്യയിലെ സംഘർഷം ഗുരുതരമായത്. ഹോർമൂസ് കടലിടുക്കിലുണ്ടായ സംഘർഷങ്ങളും എണ്ണ ഗതാഗതത്തിലെ തടസ്സങ്ങളും ആഗോള ഊർജ്ജ വിപണിയെ വൻതോതിൽ ബാധിച്ചിട്ടുണ്ട്. സമാധാന കരാർ യാഥാർത്ഥ്യമായാൽ എണ്ണവിലയിലെ അനിശ്ചിതത്വം കുറയാനും പശ്ചിമേഷ്യയിൽ സംഘർഷം ശമിക്കാനും സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. കരാർ സംബന്ധിച്ച പ്രഖ്യാപനങ്ങൾ മുമ്പും പലതവണ വൈകുകയും തടസ്സപ്പെടുകയും ചെയ്തിട്ടുള്ളതിനാൽ തുടർ നടപടികൾ നിർണായകമാകുമെന്നാണ് നയതന്ത്ര വൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇറാൻ ഒരിക്കലും ആണവായുധങ്ങൾ വികസിപ്പിക്കില്ലെന്ന് ഉറപ്പു നൽകിയതോടെ ദശാബ്ദങ്ങളായി രാജ്യം നേരിടുന്ന കടുത്ത സാമ്പത്തിക ഉപരോധങ്ങളിൽ നിന്ന് അമേരിക്ക ഇളവ് നൽകും. മരവിപ്പിക്കപ്പെട്ട കോടിക്കണക്കിന് ഡോളറിന്റെ ഇറാനിയൻ ആസ്തികൾ തിരികെ ലഭിക്കുന്നതോടെ ഇറാന്റെ ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയും കനത്ത പ്രതിസന്ധികളിൽ നിന്ന് കരകയറും. പാകിസ്ഥാൻ, ഖത്തർ, തുർക്കി എന്നീ സുഹൃത്ത് രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ നടന്ന ഈ രഹസ്യ ചർച്ചകൾ വിജയം കണ്ടത് ലോക സമാധാനത്തിനായുള്ള നയതന്ത്ര വിജയമായാണ് വിലയിരുത്തപ്പെടുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന കരാർ ആഗോളതലത്തിൽ മാത്രമല്ല ഇന്ത്യക്കും, പ്രത്യേകിച്ച് ലക്ഷക്കണക്കിന് വരുന്ന മലയാളി പ്രവാസികൾക്കും വലിയൊരു അനുഗ്രഹമായി മാറും. പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുന്നത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് തന്ത്രപരമായ പല വാതിലുകളുമാണ് തുറന്നു നൽകുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും വലിയ ആശ്വാസം അസംസ്കൃത എണ്ണ വിലയിൽ ഉണ്ടാകാൻ പോകുന്ന ഇടിവാണ്. ലോകത്തെ ഏറ്റവും വലിയ എണ്ണക്കടത്ത് പാതയായ ഹോർമുസ് കടലിടുക്ക് സുരക്ഷിതമാകുന്നതോടെ രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ഗണ്യമായി കുറയും. ഇന്ത്യ തങ്ങളുടെ ആവശ്യത്തിനുള്ള എണ്ണയുടെ ഭൂരിഭാഗവും ഇറക്കുമതി ചെയ്യുന്നതിനാൽ ഈ വിലക്കുറവ് രാജ്യത്തെ പെട്രോൾ, ഡീസൽ വില നിയന്ത്രിക്കാനും അതുവഴി ആഭ്യന്തര വിപണിയിലെ പണപ്പെരുപ്പവും നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റവും തടയാനും കേന്ദ്ര സർക്കാരിനെ സഹായിക്കും. പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി ഒഴിഞ്ഞത് ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ദശലക്ഷക്കണക്കിന് ഇന്ത്യൻ പ്രവാസികൾക്ക്, പ്രത്യേകിച്ച് മലയാളികൾക്ക് വലിയ ആശ്വാസമായിട്ടുണ്ട്. യുദ്ധമുണ്ടായാൽ ജോലി നഷ്ടപ്പെടുമോ, നാട്ടിലേക്ക് മടങ്ങേണ്ടി വരുമോ എന്ന ആശങ്കയിലായിരുന്ന പ്രവാസി സമൂഹത്തിന് ഈ സമാധാന അന്തരീക്ഷം തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു. മേഖലയിലെ സാമ്പത്തിക ഉണർവ് ഗൾഫ് രാജ്യങ്ങളിൽ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും പ്രവാസികൾ നാട്ടിലേക്ക് അയക്കുന്ന പണത്തിന്റെ അളവ് വർദ്ധിപ്പിക്കാനും കാരണമാകും. ഇത് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ കരുത്താകും. ഇതിനു പുറമെ ഇറാനുമേലുള്ള സാമ്പത്തിക ഉപരോധങ്ങൾ നീങ്ങുന്നത് ഇന്ത്യയുടെ വ്യാപാര മേഖലയ്ക്ക് ഊർജം നൽകും. ഇന്ത്യ നിർണായക നിക്ഷേപം നടത്തിയിട്ടുള്ള ഇറാന്റെ ചബഹാർ തുറമുഖത്തിന്റെ വികസനം ഇനി വേഗത്തിലാകും. ഇതുവഴി മധ്യേഷ്യൻ രാജ്യങ്ങളിലേക്കും റഷ്യയിലേക്കുമുള്ള ഇന്ത്യയുടെ വ്യാപാര പാത കൂടുതൽ സുഗമമാകും. കൂടാതെ ഇറാനിലേക്ക് ഇന്ത്യ കടത്തുന്ന ബസുമതി അരി, ചായ, മരുന്നുകൾ തുടങ്ങിയവയുടെ കയറ്റുമതി
വൻതോതിൽ വർദ്ധിക്കാനും ഈ ചരിത്രപരമായ കരാർ വഴിയൊരുക്കും. Malayali Warta Plus. Like, share and subscribe.